ഹലോ നമസ്കാരം. കുക്കിംഗ് വിത്ത് മമതയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചട്നിയുടെ റെസിപ്പി ആയിട്ടാണ്. മധുരൈ സ്റ്റൈൽ ചട്നിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് 5-6 അല്ലി വെളുത്തുള്ളി, ഒരു 3 സവാള തൊലി കളഞ്ഞ് കഴുകി കഷ്ണങ്ങളാക്കിയതും ചേർത്തിട്ട് അരച്ചെടുക്കുക. അതിലേക്ക് ഒരു വെള്ളത്തിൽ കുതിർത്തി വെച്ചേക്കണ ചുവന്ന മുളക്, ഒരു 5-6 ചുവന്ന മുളകും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അതിലേക്ക് ഒരു നുള്ളു പുളി ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് അരിഞ്ഞു വന്നിട്ടുണ്ട്. ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നല്ലെണ്ണ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഏറ്റവും ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയും കടുകും കൂടി ഇട്ട് കൊടുക്കുക. ഈ കടുക് 1/2 ടീസ്പൂൺ കടുക് ഇടുക. എന്നിട്ട് അത് പൊട്ടി വരുമ്പോൾ അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ആ കൂട്ട് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ആ സവാളയുടെ കൂട്ട് ചേർത്തിട്ട് ഇത് നന്നായിട്ട് വഴറ്റണം. മുളക് വെള്ളത്തിൽ കുതിർത്തിയിട്ട് അരയ്ക്കുമ്പോൾ നല്ല കളർ കിട്ടും ചട്നിക്ക്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെള്ളത്തിൽ കുതിർത്തിയിട്ട് അരയ്ക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം ഈ സവാള ഇപ്പോൾ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. അതിലേക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് ലൂസായിട്ടുള്ള ഒരു ചട്നിയാണ്, അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. നല്ലോണം ലൂസായിട്ട് വേണമെങ്കിൽ കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അല്ല, ഒരു മീഡിയം സൈസ് ആണെങ്കിൽ വെള്ളം മതിയെങ്കിൽ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ ഇതൊന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ ഈ ചട്നി റെഡി ആയിട്ടുണ്ട്. ഇത് മധുരൈ സ്റ്റൈലിൽ ഉണ്ടാക്കണ ഒരു ചട്നിയാണ്. ഇഡ്ഡലി, ദോശയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബായ്. താങ്ക് യു.